ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഇതാ നമ്മുടെ ഫാമിലിയിൽ ഒരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കട്ടയ്ക്ക് കൂടെ കൂടില്ലേ? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ശുഭവിശ്വാസത്തിൽ ഞാനിതാ മുന്നോട്ട് പോവുകയാണേ. അപ്പോൾ നമ്മുടെ മോര് കറിക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളെന്ന് വെച്ചാൽ കുമ്പളങ്ങ, വാഴക്ക, ചേമ്പ് ഇതൊക്കെയാണ് കേട്ടോ. ആൾറെഡി കഴുകി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇതാ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ വെള്ളത്തിലേക്ക് കുമ്പളങ്ങ അതാ എടുത്ത് ചാടിയിട്ടുണ്ട്. തൊട്ട് പുറകിലതാ അങ്ങനെ നിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കില്ല, ഞാനും കൂടെ വരുമെന്ന് പറഞ്ഞ് വാഴയ്ക്കയും എടുത്ത് ചാടിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ചേമ്പാണെങ്കിലോ, നിങ്ങൾ രണ്ടുപേരും അങ്ങനെ എന്നെ ഒറ്റയ്ക്കിട്ട് പോകില്ലേ, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ചേമ്പും അവരുടെ കൂടെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇവരെ എല്ലാം സ്വീകരിക്കാനായിട്ട് നമ്മുടെ പതിവ് പോലെയുള്ള കുക്കർ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ, അതായത് കുമ്പളങ്ങ, വാഴക്ക, ചേമ്പ്, അതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ കുക്കറിനകത്തോട്ട് ഇടണം അല്ലേ. അപ്പം നേരത്തെ ഒറ്റയ്ക്ക് വെള്ളത്തിലേക്ക് ചാടിയിട്ടുള്ള ഈ 3 കഷ്ണങ്ങളും ഇപ്പോൾ അതാ സ്നേഹത്തോടു കൂടി അവരതാ 3 പേരും ഒരുമിച്ച് അതാ നമ്മുടെ കുക്കറിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് കേട്ടോ. ഇനി ഇവരുടെ രൂപത്തിലും ഭാവത്തിലും നിറത്തിലൊക്കെ മാറ്റം വരുത്തണ്ടേ, വേണം. അതിനായിട്ട് നമ്മുടെ ഹമീദ് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നമ്മൾ ഉപയോഗിക്കുകയാണേ. അങ്ങനെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എല്ലാം ഞാൻ ഇവരിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ അതാ ഇവരെ ഒന്ന് തമ്മിൽ ചേർത്തി കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, അതേ ഇവരെ ഒന്ന് ഇളക്കി കറക്റ്റാക്കി സെറ്റാക്കി വെച്ചിട്ട് നമ്മുടെ കുക്കർ അടച്ചു വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഗ്യാസിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കണം അല്ലേ. എന്താ ചെയ്യുക, നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ ഇടയ്ക്കൊന്ന് സ്റ്റക്കായി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ ഗ്യാസിൻ്റെ മുകളിലേക്ക് കുക്കർ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അവരവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇനി നമുക്കൊരു 2-3 വിസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിലെ ഫസ്റ്റ് വിസിൽ ഇതാ ഇപ്പോൾ വരും, നിങ്ങൾ നോക്കിക്കോ. ഇതാ ഫസ്റ്റ് വിസിൽ എത്തിയിട്ടുണ്ട്. ഇനി അതാ സെക്കൻഡും തേർഡും എല്ലാം അവിടെ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം, ഈ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നാളികേരം അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനും ഇതാ നമ്മുടെ ഒപ്പം സപ്പോർട്ടായിട്ട് നമ്മുടെ ജാർ ഓടിയെത്തിയിട്ടുണ്ട്. അപ്പോൾ മിക്സി ജാറിലേക്ക് ഞാനതാ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാളികേരം മാത്രം കുറച്ച് മൂപ്പ് കുറഞ്ഞതാണ്, കുറച്ച് പിന്തായിട്ടുള്ള നാളികേരം നമുക്ക് പ്രാവശ്യം കിട്ടിയത് കേട്ടോ. അപ്പോൾ നാളികേരത്തിൻ്റെ കൂടെ അതാ ജീരകവും വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഞാനതാ ഒന്ന് അരച്ചെടുക്കട്ടെ. ഇന്ന് നമുക്ക് ഹെൽപ്പേഴ്സ് ഇല്ല, മനു മോനും പൊന്നുമൊക്കെ അവരുടേതായിട്ടുള്ള തിരക്കിലാണ്. അപ്പോൾ ഞാൻ തന്നെ വേണം നാളികേരം അരച്ചെടുക്കാൻ. നാളികേരം അരച്ചെടുത്തു. നമുക്ക് വേഗം നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. എല്ലാവരും ഒന്ന് മാറിക്കോ, ആവി മുഖത്ത് തട്ടണ്ട. അപ്പോൾ ദാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വേഗം നാളികേരം അരച്ച് വെച്ച് എടുക്കട്ടെ. ഇനി ഇതാ ഞാൻ അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങൾ വെന്തതിലേക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കുകയാണ്. നാളികേരം ഒഴിച്ചു കൊടുത്തു, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൂട്ടത്തിൽ അതാ മോരും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, തൈരും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാളികേരം കുറച്ച് പിന്തായത് കാരണം കാണാൻ കുറച്ച് ഭംഗിക്കുറവുണ്ട്, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്. പക്ഷേ ഭംഗി കുറച്ച് കാണാൻ ഭംഗി കുറവുണ്ട് എന്നുള്ളത് മാത്രം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇതാ ഏകദേശം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. കൂടുതൽ തിളയ്ക്കാൻ പാടില്ലല്ലോ അല്ലേ, നമ്മുടെ മോരുകറി കൂടുതലായിട്ട് തിളച്ച് ആവാൻ പാടില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ചു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതെ നമ്മുടെ ഫൈനൽ സ്റ്റേജ്, അതായത് ഇതെല്ലാം ഒന്ന് കടുക് വറുക്കണ്ടേ അല്ലെങ്കിൽ താളിക്കണ്ടേ, ഓരോരുത്തർ ഓരോ രീതിയിൽ പറയും. അപ്പോൾ എന്തായാലും നമുക്ക് കടുക് വറുക്കാം. അതിനായിട്ട് ഞാനതാ കടുക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ കിടപെടാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊട്ടലാണ്. ഈ സമയമാകുമ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോയി ഉലുവ എടുത്തിട്ട് വരട്ടെ. കാരണം ഒരു കറിയിൽ നമ്മൾ ഉലുവയും പൊട്ടിച്ചെടുക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതാ ഉലുവയും ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി ആ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. ഇത് മാത്രം പോരാ, മോര് കറിക്ക് എപ്പോഴും ഭംഗിയും സ്വാദും ടേസ്റ്റ് എല്ലാം കൂടണം എന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ചുവന്ന മുളക്, കൂട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു സാധനം കൂടെ ഉണ്ട്, കറിവേപ്പില അല്ലേ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് ഞാനതാ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ഈ കടുക് വറുക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴോ അതിലേറെ ആ ഒരു സൗണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കേൾക്കുന്നത് അല്ലേ, വല്ലാത്തൊരു ആത്മസംതൃപ്തിയാണ് നമ്മുടെ എല്ലാം ഫൈനൽ സ്റ്റേജിൽ. അങ്ങനെ ആ ഒരു സൗണ്ടൊക്കെ കേട്ട് അടിപൊളിയായിട്ട് നമ്മുടെ മോര് കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫൈനൽ സ്റ്റേജ് മോര് കറിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് പോലെ നവർക്കും ഉണ്ടാവില്ലേ ഓരോ ആഗ്രഹങ്ങൾ. അപ്പോൾ നമ്മുടെ മോര് കറിയെ ഞാൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പതിവ് ലൊക്കേഷൻ, എന്താ പറയുക, ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യുന്ന നമ്മുടെ പതിവ് ലൊക്കേഷൻ, അതായത് നമ്മുടെ ഡൈനിങ് ഏരിയ, ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ മോര് കറിയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ
മോര് കറിയുടെ ഒരു വീഡിയോ ഷൂട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ മോര് കറി റെഡിയാക്കിയത്, നമ്മുടെ മോര് കറി ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും HR ഫാമിലിയുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു നല്ലൊരു വിശേഷവും നല്ലൊരു വീഡിയോയും നല്ല പുതിയൊരു ദിവസവുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും HR ഫാമിലിയിൽ നിന്നും ബൈ.